ഉണ്ണികൃഷ്ണൻ ഒരു കാര്യം ഇപ്പൊ പറയണ്ട. അല്ല, ഈ ചാനൽ നിയന്ത്രിക്കുന്ന, ചർച്ച നിയന്ത്രിക്കുന്ന SKനോട് ഭയഭക്തി ബഹുമാനം ഞങ്ങൾ കാണിക്കണ്ടേ എന്ന് ചോദിച്ച ആൾക്കാർ താങ്കൾ എനിക്ക് തരുന്ന ടേക്ക് എനിക്ക് ടൈം അവർ അനുവദിക്കുന്നില്ല. ഞാൻ ആ പോയിന്റിലേക്ക് വരാം. ഞാൻ പോയിന്റില്ല. അസിത് ആരെ കുറിച്ചാണ് പറയുന്നത്? AK ആന്റണിയെ കുറിച്ച് അല്ലെ? ആരാണ് AK ആന്റണി? AK ആന്റണിയുടെ കേരള രാഷ്ട്രീയത്തിലെ ലെഗസി എന്താണ്? എന്തുകൊണ്ടാണ് ഇന്ന് AK ആന്റണി പത്രപ്രവർത്തകരെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം സുധാകരനെ കണ്ടു. ഞാൻ സുധാകരനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് സുധാകരനോട് പറഞ്ഞത്? നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഇവിടെ നടത്തിയ പോരാട്ടം അത് ഓർത്തുകൊണ്ട് ഈ നിർണായക ഘട്ടത്തിൽ അവർക്ക് വീണ്ടും മൂന്നാമതൊരു ഊഴം കൊടുക്കാൻ താങ്കൾ അവസരം കൊടുക്കരുത്. ഇതാണല്ലോ പറഞ്ഞത്. എന്നിട്ട് AK ആന്റണിയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, അതിന് K സുധാകരൻ എന്ത് മറുപടി പറഞ്ഞു എന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. ശേഷം വീണ്ടും മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ AK ആന്റണി പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിനോട് പ്രധാനപ്പെട്ട താങ്കൾ ഇടപെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ പണ്ടൊരു നേതാവായിരുന്ന സമയത്ത് ഇന്ന് ആ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പുതിയ ആളുകളുണ്ട്, അവരാണ് തീരുമാനങ്ങൾ പറയേണ്ടത്, ഞാൻ അത് പറയില്ല, ഞാൻ അങ്ങനെ ഒരു ഇത് എടുക്കില്ല. എന്താ അറിയാമോ? അത് ആർക്കുള്ള സന്ദേശമെന്ന് പറയും? K സുധാകരൻ അടക്കമുള്ളവർക്കുള്ള സന്ദേശമാണ്. അതായത് നേതൃത്വവും പാർട്ടിയും എന്താണ് പറയുന്നത് അതാണ് ഞാൻ പഠിച്ചിട്ടുള്ള അച്ചടക്കം എന്ന് AK ആന്റണി ഇന്ന് സുധാകരനോട് പറയാതെ പറയുകയായിരുന്നു. അത് പറയാൻ ഇന്ന് കേരളത്തിൽ യോഗ്യതയുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ് AK ആന്റണി. ഒരു സംശയവുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്റെ സെക്കൻഡ് പോയിന്റ് അതായത് ഈ K സുധാകരൻ ഇവിടെ മത്സരിക്കുന്നതായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ചോദിക്കുന്നു വൻമരങ്ങൾ അദ്ദേഹത്തിന് മാറി നിന്നാൽ എന്താ K സുധാകരന്റെ ശരിയായ പരിഭവം? ഇന്ന് അദ്ദേഹത്തിന് അനുയായികളോട് K സുധാകരൻ പറഞ്ഞു, ഹൈക്കമാൻഡ് അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിനും എന്നെ കംപ്ലീറ്റ് ആയിട്ട് അവഗണിച്ചിരിക്കുന്നു. ഞാൻ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ K സുധാകരൻ കാണുകയാണ് കണ്ണൂരിൽ പുതിയൊരു സ്ഥാനാർത്ഥി. എന്തുകൊണ്ട് K സുധാകരൻ കെഞ്ചിന്ന ഹാഷ്മി പറഞ്ഞത്? K സുധാകരൻ കെഞ്ചേണ്ട കാര്യമില്ല. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട MP ആണ്. അതെങ്ങനെയാണ്? നമ്മൾ നാല് പേരും ഒരു പ്രധാനപ്പെട്ട കാര്യം മാനേജിംഗ് ഡയറക്ടറോട് പോയി സംസാരിക്കുന്ന കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് അതിനെന്താണ്? സുധാകരനെ സംബന്ധിച്ച് K സുധാകരന് അങ്ങനെ ഒരു സീറ്റ് ചോദിക്കാനുള്ള അവകാശമുണ്ട്. കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളിൽ അവകാശമുള്ള ഒരു ഏക നേതാവ് എന്ന് പറയാം. കാരണം VD സതീശൻ ഈ പറയുന്ന പോലെ ജീവന് ഭീഷണി നേരിട്ടിട്ടുണ്ടോ? മറ്റേതെങ്കിലും നേതാക്കൾ ആ നിലയിലുള്ള രാഷ്ട്രീയ എതിരാളികളുടെ ഭീഷണി നേരിട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് അതല്ല ഞാൻ പറഞ്ഞു വന്നതല്ല. കോൺഗ്രസിൽ ഈ ഗ്രൂപ്പുകൾ എക്കാലവും ശക്തമായി നിന്ന കാലത്തും ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമാകാതെ കേരളത്തിൽ പ്രവർത്തക സമിതി അംഗമാണ്. ഞാൻ പറയട്ടെ ഞാനൊന്ന് പറയട്ടെ. ഇപ്പോഴും കേരളത്തിൽ ഒരു സ്ഥലത്ത് ചെന്ന് നിന്നാൽ അവിടെയുള്ള പ്രാദേശികമായ കോൺഗ്രസ് പ്രവർത്തകർ തടിച്ചുകൂടാൻ അവരെ പിടിച്ചു നിർത്താൻ കഴിയുന്ന, പ്രസംഗത്തിലായാലും ശൈലിയിലായാലും പിടിച്ചു നിർത്താൻ കഴിയുന്ന, ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ അത്തരം ഒരു ശൈലി മറ്റൊരു നേതാക്കൾക്കുമില്ല. അങ്ങനെ ഒരു നേതാവ് K സുധാകരൻ മാത്രമാണ്. അദ്ദേഹത്തിന് സീറ്റ് ചോദിക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ ആഷ്മിക്ക് എവിടെ തർക്കം ഞാൻ പറയട്ടെ. തർക്കം ഇവിടെ ഒരു പാർട്ടിയെ മൊത്തം പ്രതിസന്ധിയിലാക്കി. ഒരു ക്രൂഷ്യലായ സമയം നിൽക്കുന്ന സമയത്ത് എനിക്ക് സീറ്റ് ഇല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യും, ഞാൻ മലമറിച്ച് കളയും എന്നൊക്കെ പറഞ്ഞ് വിരട്ടി നിർത്തുന്ന ആ സമയത്ത് K സുധാകരൻ പാർട്ടി വിട്ടാൽ സ്വതന്ത്രനായാൽ ഒരു ചുക്കും സംഭവിക്കാൻ ഒറ്റ മറുപടി. അതായത് മുഹമ്മദ് ഷിയാസിന് വേണ്ടി VD സതീശൻ വാശി പിടിക്കുന്നത് പാർട്ടിയെ പ്രതിസന്ധിയാക്കലല്ലേ? അത് പ്രതിസന്ധിയാക്കലല്ലേ? K സുധാകരൻ സീറ്റ് മാത്രം പ്രതിസന്ധി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.